കണ്ടും കേട്ടും അനുഭവിച്ചു മറഞ്ഞ ഒരു തലമുറയുടെ മാരാമൺ ഓർമ്മകൾ. പിന്നാമ്പുറങ്ങൾ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് തെന്നിമാറുമ്പോഴും നമ്മെ ഒരിക്കലൂടെ ആ വഴിയിലൂടെ കൈപിടിച്ച് നടത്തുവാൻ ചില ഓർമ്മ പുസ്തകങ്ങൾ നമ്മുടെ മുൻപിൽ ചിലർ തുറന്നു വെക്കുന്നു. മാരാമൺ ഡയറീസ്, മാർത്തോമ വിഷനിലൂടെ. കണ്ണീരോടെ പ്രാർത്ഥിച്ചാൽ പ്രതിഫലം ലഭിച്ചിടും നിശ്ചയമായി. അനുതാപമോടെ യാചിച്ചാൽ പ്രതിഫലമരുളിടും നിശ്ചയമായി. അതുപോലെ സത്യത്തിന്റെ പാതയിൽ നമ്മൾ പാടി ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പാട്ടുകൾ സാറിന് എന്തെങ്കിലും? പരിശുദ്ധാത്മാവ് ശക്തി പകർന്നു തന്നെ നമ്മുടെ പാട്ടാണ്. ഭയങ്കര പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ എന്നുള്ളൊരു പാട്ട്. അത് പാടാതെ പോവുകയല്ലേ, മനോഹരമായ പാട്ടാണ്. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ശുദ്ധാത്മാവേ വന്നെന്നുള്ളിൽ വാസം ചെയ്യണേ, സത്യാത്മാവേ നിത്യതയിലെത്തുവോളവും. ജീവനോതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു വീരുവാൻ. ജീവനോതുക ജീവനായക, ജീവനാളമായി എരിഞ്ഞു തീരുവാൻ. നമ്മള് നേരത്തെ പാടിയതില് ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു. സത്യത്തിൽ നമ്മള് എന്തെല്ലാം കാര്യങ്ങളിൽ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചില പാട്ടുകൾ നമ്മുടെ വല്ലാത്ത ആശ്വാസമായി മാറും. ദൈവവിളികളുടെ പാട്ടുള്ള സാറേ ആ പാട്ടുകളെല്ലാം. അത് ഓർക്കുന്നുണ്ട് സാറേ? ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. സാറേ അത് ഈ പന്തലിൽ നിന്ന് അങ്ങോട്ട് പാടുമ്പം ഈ ജനസഹസ്രങ്ങൾക്കുള്ളൊരു കോളിംഗ് ആണ്. വാസ്തവത്തിൽ ഈ പാട്ടുകൾ മാരാമൺ കൺവെൻഷൻ നിർവഹിക്കുന്ന ധർമ്മം ചെറുതല്ല. പാട്ട് കേൾക്കാൻ തന്നെ രാവിലെ വന്നിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ മുന്നിൽ ഇത് വെറും വരികൾ വീണമല്ലല്ലോ. അപ്പം വലിയ കോളിംഗ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം എത്രയോ കാറ്റഗറിയിലുള്ള പാട്ടുകളാണ് ഉണ്ടാവുന്നത്. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ, ഇന്നലെയും ഇന്നും എന്നും അന്യനല്ലവൻ. ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും, ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും. സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും, സാരമില്ലെന്നോതിടും തൻ മാർവിലെന്നെ ചേർത്തിടും. പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് ഇന്ന് നമ്മളോടൊപ്പം ഉള്ള ഈ അതിഥികൾ കേവലം പാട്ട് പാടുന്നവർ മാത്രമല്ല, മാരാമൺ കൺവെൻഷനിലേക്ക് നിരവധി ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള പ്രതിഭാധനന്മാരായ ഗാനരചയിതാക്കളും ഗായകരുമാണ്. ബാബു കോടമേലി സാറിന്റെ നിരവധി ഗാനങ്ങൾ നമ്മുടെ മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ ഗാനങ്ങളൊക്കെ വളരെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് ആശ്വാസമാകുന്ന നിരവധി ഗാനങ്ങൾ എഴുതിയ
സാറിന്റെ ഒരു ഗാനത്തിലേക്ക് നമുക്ക് അടുത്തതായിട്ട് പ്രവേശിക്കാം. എനിക്ക് മനസ്സിലാകുന്നിടത്തോളം സാറ് എഴുതിയ പാട്ടുകൾ, സാർ ഈണമിട്ട പാട്ടുകൾ, എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഇഷ്ടമുള്ള ഒരു പാട്ട് അനുതാപ ഹൃദയം എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ്. എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. ആ പാട്ടിന്റെ രചനാ സാഹചര്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം, ഒപ്പം ആ പാട്ട് നമുക്ക് ഒന്നിച്ചൊന്ന് പാടുകയും ചെയ്യാം. സാറേ, വാസ്തവത്തിൽ ഈ എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാവം തന്നെ, ഒരു ക്രൈസ്തവ ഭാവം തന്നെ ഒരു അനുതാപത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയിലായിരിക്കുമ്പോഴും എപ്പോഴും ഒരു വഴിതെറ്റലിൻ്റെ, ഓരോ വൈകുന്നേരങ്ങളും വഴിതെറ്റിപ്പോയതിൻ്റെയും മറുതലിച്ചതിൻ്റെയും ഒരു ഖേദമുള്ളിലായിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നത്. എനിക്കങ്ങനെയാണ് എന്നെ തോന്നുന്നത്. അപ്പോൾ അതിനുള്ളൊരു ദുഃഖമാണ് അടുത്ത ദിവസത്തേക്ക് എന്നെ നയിക്കുന്നത്. അതിനുള്ള വിനയം പുലർത്തുകയും അനുതാപം അംഗീകരിക്കുകയും കൂടുതൽ മെച്ചപ്പെട്ട മനുഷ്യനാകാനുള്ള ആഗ്രഹം യാചിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഭാവം തന്നെ അനുതാപമാണ്. അനുദപിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നാണ് എൻ്റെ വിചാരം. അപ്പം ഞാൻ വഴിതെറ്റിപ്പോയപ്പോഴെല്ലാം തന്നെ നീ എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളൊരു ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ ഒരു അടിസ്ഥാന ഭാവം അനുതാപത്തിൻ്റെതാണ്. അതിൻ്റെ ഈണവുമാണത്. എനിക്ക് എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഈണമാണത്. അത് എനിക്ക് മാത്രമല്ല, ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ പാട്ട് വല്ലാതെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഗാനമാണെന്നും ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് എടുത്തു പറയുമ്പോൾ സ്കൂളുകളിൽ, സാധാരണ എല്ലാ സെക്യുലർ ആയിട്ടുള്ള സ്കൂളുകളിൽ പ്രേയർ സോങ് ആയിട്ട് അനുതാപ ഹൃദയം പാടുന്നുണ്ട്. ഓക്കെ, നമുക്കത് വളരെ സന്തോഷത്തോടുകൂടി ആ പാട്ട് നമുക്കൊന്ന് പാടും. അനുതാപ ഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. അനുതാപ ഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. നോക്കേണമേ നിൻമൊഴി പകരേണമേ, ജീവൻ കനിഞ്ഞേകിയണക്കേണമേ. നോക്കേണമേ നിൻമൊഴി പകരേണമേ, ജീവൻ കനിഞ്ഞേകിയണക്കേണമേ. അതിന്റെ പല്ലവി, അനുപല്ലവി വളരെ ഹൃദ്യമായ വരികളാണ്. അപ്പൊ ആ അനുപല്ലവി കൂടെ പാടാൻ നമുക്ക് പോകാൻ കഴിയില്ല. മരുഭൂമിയിൽ തെളിനീരുറവയുമായി, എരിതീലോ കരുതൽ ചിറകുമതായി. മരുഭൂമിയിൽ ചെറിനീരുറവയുമായി, എരിതീലോ കരുതൽ ചിറകുമതായി. എന്നിട്ടും നിന്നെ തള്ളിക്കളഞ്ഞവർ സ്വന്തം വഴി തേടിയോർ, ഞങ്ങൾ സ്വന്തം വഴി തേടിയോർ. അനുതാപ ഹൃദയം തിരുമുൻപിൽ നാഥ, കരുണാർദ്രമിഴികൾ തുറക്കേണമേ. പ്രിയപ്പെട്ട ശ്രീ സെനു തോമസ് സാർ ഒരു അധ്യാപകനാണ്, സംഗീത അധ്യാപകനാണ്. ആയിരങ്ങൾക്ക് സംഗീതത്തിന്റെ ആദ്യാക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്ത ആളാണ്. മാരാമൺ കൺവെൻഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറക്കാനാവാത്തൊരു വ്യക്തിത്വമാണ് ശ്രീ സെനു തോമസ്. വളരെ മനോഹരമായ ഹൃദ്യമായ ഒരുപാട് ഗാനങ്ങൾക്ക് അദ്ദേഹം ഈണമിട്ടിട്ടുണ്ട്. ഭാഗ്യസ്മരണീയനായ സക്കറിയാസ് മാർ തെയോഫിലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത തിരുമനസ്സുകൊണ്ട് എഴുതിയ മനോഹരമായ വരികൾക്ക്, ആ വരികൾക്ക് അതിനേക്കാൾ നല്ല ഒരു ഈണം കൊടുക്കാനില്ല എന്ന് തോന്നുന്ന രീതിയിൽ ഉജ്ജ്വലമായ ഈണം നൽകി ക്രൈസ്തവ ഗാനലോകത്ത് ചിരപ്രതിഷ്ഠ നേടിയ ഒരു ഗാനത്തിന്റെ സംഗീത സംവിധായകനാണ് പ്രിയപ്പെട്ട സെനുമാഷ്. ഒരു ഗാനത്തിന്റെ എന്ന് പറയുമ്പോൾ ഒരു ഗാനത്തിന്റെ മാത്രമല്ല, അങ്ങനെയുള്ള നൂറുകണക്കിന് ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. ആ പാട്ട് നമുക്കൊന്ന് പാടി മനോഹരമായ ഒരു ഗാനം. സക്രിയാസ് തിരുമേനിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമം. ആ വലിയ മനുഷ്യൻ ഒരുപാട് പാട്ടുകൾ സംഗീതം ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അതിലേറ്റവും എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു ഗാനമാണിത്. ഉയരുന്നെന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നൻ നാഥൻ
കൃപയിൻ വന്ദാനം. ഉയരുന്നെന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നെന്നാഥൻ കൃപയിൻ വന്ദാനം. പാപങ്ങളെല്ലാം പോക്കുന്നു നാഥൻ, വേദനയെല്ലാം നീക്കുമെന്നാഥൻ. പാപങ്ങളെല്ലാം പോക്കുന്നു നാഥൻ, വേദനയെല്ലാം നീക്കുമെന്നാഥൻ. ഉയരുന്നെന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നെന്നാഥൻ കൃപയിൻ വന്ദാനം. പാടിയിടും ഞാൻ എന്നും തവ ഗാനം, ഘോഷിക്കും ഞാൻ എന്നും തന്നാമം. പാടിയിടും ഞാൻ എന്നും തവ ഗാനം, ഘോഷിക്കും ഞാൻ എന്നും തവ നാമം. പകരുകെന്നുള്ളിൽ പാവനമാം ശക്തി, പകരുകെന്നുള്ളിൽ പാവനമാം ശക്തി. ചൊയ്യുവാൻ പാരിൽ സ്നേഹത്തിൻ ഗാനേ, ചൊയ്യുന്നെന്നുള്ളിൽ സ്തോത്രത്തിൻ ഗാനം പകരുന്നെന്നാഥൻ കൃപയിൻ വന്ദാനം. ഇത് മനോഹരമായ വരികളാണ്. ആ വരികളും ആ വരികളോട് ചേർന്ന് നിൽക്കുന്ന ഈണവും എന്നുള്ളതാണ് ആ പാട്ടിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ബഹുമാനപ്പെട്ട ബാബു കൂടംവേലി സാറിന്റെ ഇരുളേറും ഈ വഴിയിൽ എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്പം ആത്മാംശമുള്ള വരികളാണ് അത് എന്നെനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വരി ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് ഏറ്റവും സഹായകരമായ ഒരു ഘടകമാണ് ആ വരിയിലെ ആത്മാംശം എന്ന് പറയുന്നത്. ആ വരികളുടെ ആത്മാംശത്തെ കുറിച്ചൊന്ന് സംസാരിച്ച് ആ പാട്ടിലേക്ക് നമുക്കൊന്ന് പ്രവേശിച്ചാലോ സർ? ഞാൻ ലോകത്തിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീതിമാനായ മനുഷ്യൻ എൻ്റെ പപ്പായാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ സാധുവായ ഒരു തികഞ്ഞ ഉറച്ച ക്രൈസ്തവ വിശ്വാസിയായ ഒരു അച്ഛൻ. എൻ്റെ പപ്പ എൻ്റെ പള്ളിയിലെ കപ്പിയാരായിരുന്നു. വളരെ മനുഷ്യനന്മയുള്ള ജനസമ്പർക്കമുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ നിർവചിക്കാനാവാത്ത പോലെ അവസാനത്തെ ഒരു 10 വർഷത്തോളം എൻ്റെ പപ്പ ബ്ലൈൻഡായിപ്പോയി, അന്ധനായിപ്പോയി. അപ്പം ആ അവസരത്തിൽ അപ്പായെ പരിചരിക്കുന്ന ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു. അപ്പായെ പല ഹോസ്പിറ്റലിൽ അവസാന ഘട്ടത്തിൽ പോകുമ്പോൾ എല്ലായിടത്തും കാഴ്ച ഇനിയില്ല എന്നുള്ള വാക്ക് കേട്ട് ഞാൻ തിരികെ വരികയാണ്. ഒരിക്കൽ എൻ്റെ പപ്പായെ മധുരയിൽ കൊണ്ടുപോയി അവസാനം അവിടെ ചെന്നപ്പോൾ ഇനി ഒരു രക്ഷയില്ല, ഇനിയും അന്ധനായിരിക്കും എന്ന് പറഞ്ഞ് തിരികെ പോരുകയാണ്. ആ യാത്ര ആ സമയത്ത് ഞാൻ കടന്നുപോയ ഒരു വിശ്വാസപരമായ സംഘർഷമുണ്ട്. ഇതെന്തുകൊണ്ട്, എങ്ങനെ എനിക്കിത്, അപ്പം ഈ ഇരുൾ എങ്ങനെ ഞാൻ അതിജീവിക്കും? അപ്പം പപ്പായുടെ കാഴ്ചയില്ലായ്മ ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഇരുളാണ് വാസ്തവത്തിൽ. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു യാത്ര തിരുവനന്തപുരം വരെ പോവുക, വളരെ അതിൻ്റെ പിറ്റേന്ന്. അപ്പോൾ ആ KSRTC ബസ്സിൽ വെച്ചുണ്ടായ ഒരു പാട്ടാണ്. ഞാനിതൊരു സ്പൈറൽ ബൈൻഡ് എടുത്ത് ഇങ്ങനെ ഇരുളേറും ഈ വഴിയിൽ കനിവോടെ നീ വരണേ എന്നിങ്ങനെ എഴുതി വെച്ചു. അപ്പം അത് അപ്പോൾ തന്നെ ഈണം ഇങ്ങനെ കിട്ടി. അപ്പോൾ എല്ലാം എൻ്റെ പപ്പായുടെ ഇരുട്ട് എൻ്റെ വീടിന് എത്രമാത്രം സംഘർഷം, ദുഃഖം തരുന്നു എന്നുള്ളതായിരുന്നു. അതിൽ നിന്നുള്ള യാചനയായിരുന്നു. പക്ഷേ അതിൽ ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ ക്ഷണിച്ചത് എൻ്റെ തമ്പുരാൻ്റെ കാരുണ്യം മഴ പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ പപ്പായ ഞങ്ങളിൽ ഉണ്ടാകണമേ എന്നുള്ളൊരു യാചനയാണ് ആ പാട്ട്. അത് തിരുവനന്തപുരത്ത് ചെന്നെത്തപ്പേന് ആ പാട്ട് പൂർണ്ണമായി. പക്ഷേ എൻ്റെ ഈണം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ മൂളിക്കൊണ്ടിരുന്നു. ഞാൻ എന്നിട്ട് ഉടനെ തന്നെ അവിടെ പട്ടത്തിറങ്ങി എൻ്റെ ഒരു സുഹൃത്തൊരു സംഗീതജ്ഞനുണ്ട്, സന്തോഷ് ജോർജ്. സന്തോഷ് ഷാൻ്റെ വീട്ടിൽ ചെന്നിരുന്ന്, അന്ന് ടേപ്പ് റെക്കോർഡറാണ്. സന്തോഷ് ഇതൊന്ന് റെക്കോർഡ് ചെയ്ത് തരണം പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ വെച്ച് റെക്കോർഡ് ചെയ്താൽ ഇത് പാട്ട് പൂർണ്ണമാക്കിയത്. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. ഇരുളേറും ഈ വഴിയിൽ കനിവോടെ നീ വരണേ, ഒരു ദീപമായി തെളിയണമേ. അഴലേറുമീ മരുവിൽ അലിവോടെ നീ വരണേ, ഒരു മാരി പെയ്തിടണമേ. ഇരുളേറുമീ വഴിയിൽ കനിവോടെ നീ വരണേ, ഒരു ദീപമായി തെളിയണമേ. അഴലേറുമീ മരുവിൽ
അലിവോടെ നീ വരണേ, ഒരു മാരി പെയ്തിടണമേ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ അതിന്റെ അനുപല്ലവിയും ഈ വരികളോട് അല്ലെങ്കിൽ ഈ ഈണത്തോടും വരികളോടും ചേർന്ന് നിൽക്കുന്ന, ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ വരികളാണ്. അതുകൂടി സർ പ്ലീസ്. വഴി തെറ്റിയൊരാടുകളാം ഞങ്ങൾ നാഥ, പിഴ ചെയ്തതോർക്കരുതേ നീ. വഴി തെറ്റിയൊരാടുകളാം ഞങ്ങൾ നാഥ, പിഴ ചെയ്തതോർക്കരുതേ നീ. അനുതാപഹൃദയത്തോടെ ഇതാ ഞങ്ങൾ തിരുമുൻപിലഭയം തരണേ. അനുതാപഹൃദയത്തോടെ ഇതാ ഞങ്ങൾ തിരുമുൻപിലഭയം തരണേ. ഇരുളേറുമീ വഴിയിൽ കനിവോടെ നീ വരണേ, ഒരു ദീപമായി തെളിയണമേ. അഴലേറുമീ മരുവിൽ അലിവോടെ നീ വരണേ, ഒരു മാരി പെയ്തിടണമേ. സെനുമാഷ് എഴുതി ഈണമിട്ട വരികളിൽ എന്നെ വല്ലാതെ സ്പർശിച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട്. ആ പാട്ട് എനിക്ക് തോന്നുന്നു മാരാമൺ കൺവെൻഷന്റെ ചരിത്രത്തിൽ ഒരു സോളോ പാടുന്നത് അന്നാണ് എന്ന് തോന്നുന്നു, ആദ്യമായിട്ടല്ലേ? അപ്പൊ അതിനു മുമ്പുണ്ടായിട്ടുണ്ട് സോളോ പാടുന്നത്. മാരാമൺ കൺവെൻഷന്റെ കാസറ്റിൽ ആദ്യമായി ഒരു സോളോ കേൾക്കുന്നത് സെനുമാഷിന്റെ ശബ്ദത്തിലാണ്. എന്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. എന്റെ താലന്തുകൾ എൻ ധനം മാനവും ദാനമെന്നോർക്കാതെ നിഗളിയായി പോയി ഞാൻ. എങ്കിലും യേശുവേ നിൻ മഹാകാരുണ്യം എന്നിലേക്കൊഴുകിയല്ലോ. എന്നെ നിൻ സന്നിധി ചേർത്തുവല്ലോ. സ്നേഹസാഗരമേ കാരുണ്യവാനിതേ വാണരുളേണമേ എന്നുള്ളിൽ എന്നും. ലോകമോഹങ്ങളിൽ വീഴാതെ എന്നെ കാത്തരുളീണമേ. എന്നെ നീ കാത്തരുളീണമേ. മനോഹരമായ വരികൾ, മനോഹരമായ ഈണം, മനോഹരമായ ശബ്ദവും. മാരാമൺ കൺവെൻഷന്റെ ഈ ഗാനങ്ങളുടെ പെരുമഴ അവസാനിക്കാതിരിക്കട്ടെ. ഭാരതമുള്ളിടത്തോളം കാലം, ലോകമുള്ളിടത്തോളം കാലം മാരാമൺ കൺവെൻഷനും മാരാമൺ കൺവെൻഷന്റെ മധുരതരമായ ഗാനങ്ങളും അലയടിച്ചുയർന്നുകൊണ്ടേയിരിക്കട്ടെ. നമ്മുടെ ഈ ഗാനങ്ങൾ ആലപിച്ച ബാബു കോടംവേലി സാറ് ഇപ്പോൾ നമ്മൾ ആലപിച്ച 2 ഗാനങ്ങൾ കൂടാതെ 6 ഗാനങ്ങൾ കൂടി മാരാമൺ കൺവെൻഷന് നൽകിയിട്ടുള്ള ആളാണ്. അത് മാത്രമല്ല, 300ഓളം ക്രൈസ്തവ ഗാനങ്ങളും ലളിത ഗാനങ്ങളും സെക്യുലർ മേഖലയിലെ ഒരുപാട് ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് കൈരളിക്ക് ലഭിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി ഒരു അധ്യാപകനാണ് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം ഒരു ഗവേഷകൻ കൂടിയാണ് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം സെനുമാഷ് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ്. 600ഓളം ആൽബങ്ങൾ ചെയ്യുക, 4000ഓളം പാട്ടുകൾ പാടുക, ഈ അപൂർവ റെക്കോർഡിന്റെ ഉടമയാണ് അധ്യാപകൻ കൂടിയായ പ്രിയപ്പെട്ട സെനുമാഷ്. ഒരു കാലത്ത് DSMCയുടെ പ്രവർത്തനങ്ങൾക്ക് ധീരമായ നേതൃത്വം കൊടുക്കുവാനും അദ്ദേഹത്തിന് ദൈവം അവസരം നൽകിയിട്ടുണ്ട്. നീണ്ട 13 വർഷക്കാലം മാരാമൺ കൺവെൻഷന്റെ കൊയർ മാസ്റ്ററായി പ്രവർത്തിക്കുവാനുള്ള അപൂർവ ഭാഗ്യം ലഭിച്ചിട്ടുള്ള വ്യക്തിത്വമാണ് സെനുമാഷ്. ഇവരുടെയൊക്കെ ഒരു സാന്നിധ്യം ഇന്നത്തെ നമ്മളുടെ ഈ പാട്ടിൻ്റെ മാരാമൺ എന്ന പ്രോഗ്രാമിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ
എത്തിച്ചേരാനും നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാനും നിങ്ങളുടെ തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിയതിൽ ഒരുപാട് സന്തോഷവും സ്നേഹവും ഈ അവസരത്തിൽ മാർത്തോമാ വിഷനു വേണ്ടി നിങ്ങളോട് അറിയിക്കുകയാണ്. എമി സാറിനോട് പ്രത്യേകം ഞങ്ങളുടെ സന്തോഷം അറിയിക്കണം. കാരണം ഇങ്ങനെ ഒരു കലാകാരനെ അല്ലേ നമുക്കൊപ്പം ഇന്റർവ്യൂവിന് കിട്ടിയതിൽ നടത്താൻ കിട്ടിയ ഭയങ്കര ഭാഗ്യമായിട്ടാണ്. സെനുമാഷ് ഈണമിട്ട് മാരാമൺ കൺവെൻഷനിലൂടെ പുറത്തു വന്ന മഹേഷ് അച്ഛൻ രചന നിർവഹിച്ച, അപ്പോൾ അതൊന്നുകൂടെ ഞാൻ പറയാം. പ്രിയപ്പെട്ട റവറൻ മഹേഷ് തോമസ് അച്ഛൻ എഴുതി പ്രിയപ്പെട്ട സെനുമാഷ് ഈണമിട്ട് മാരാമൺ കൺവെൻഷന് സംഭാവന ചെയ്ത ഒരു ഗാനം പാടി നമുക്ക് ഈ ഒരു ഇന്റർവ്യൂ അവസാനിപ്പിക്കാം. ആ പാട്ടിലേക്ക്. ദൈവമേ നിന്ദയയാ മനസ്സലിയണമേ, ബഹുലമായ നിൻ കരുണയാലൻ കുറവുകൾ ക്ഷമിക്കൂ. ബഹുലമായ നിൻ കരുണയാലൻ കുറവുകൾ ക്ഷമിക്കൂ. നിൻമുഖം മറയ്ക്കരുതേ, സന്നിധി മതി എനിക്കെന്നുമെന്നും. നിൻമുഖം മറയ്ക്കരുതേ, സന്നിധി മതി എനിക്കെന്നുമെന്നും. തകർന്ന എൻ്റെ മനസ്സിനെ നീ നിരസിക്കരുതേ നാഥനേ. തകർന്ന എൻ്റെ മനസ്സിനെ നീ നിരസിക്കരുതേ നാഥനേ. ദൈവമേ നിന്ദയയാ മനസ്സലിയണമേ, ബഹുലമായ നിൻ കരുണയാലൻ കുറവുകൾ ക്ഷമിക്കൂ. ബഹുലമായ നിൻ കരുണയാലൻ കുറവുകൾ ക്ഷമിക്കൂ. ഏതാണ്ട് 30 വർഷക്കാലം മാരാമൺ കൺവെൻഷന്റെ പാട്ടുകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു റവറൻ MS വർഗീസ് അച്ഛൻ. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ. ഉന്നതി വെടിഞ്ഞവനേ, മണ്ണിൽ താണു വന്നവനേ. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ ജീവനെ തന്നത്. യേശുവേ രക്ഷാദായകാ, നിന്റെ സന്നിധേ വരുന്നു. എൻ്റെ പാപഭാരവുമായി വല്ലഭാ ഏകൂരക്ഷയേ. എൻ്റെ പാപഭാരവുമായി വല്ലഭാ ഏകൂരക്ഷയേ.